കഴിഞ്ഞ ദിവസം കാട്ടാനയുടെ ചവിട്ടേറ്റ് വയനാട് മധ്യവയസ്കൻ മരണപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് NCP സംസ്ഥാന കമ്മിറ്റി യോഗം അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു. വനം മന്ത്രി കഴിവുകെട്ടവനെന്ന് NCP അടിയന്തര പ്രമേയം. NCP സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത്. ഇന്നലെ വയനാട് കാട്ടാന ആക്രമണത്തിൽ അജി എന്ന മധ്യവയസ്കന്റെ മരണത്തിന് പിന്നാലെയാണ് NCPയുടെ പ്രമേയം. റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയാണ് വയനാട്ടിൽ മധ്യവയസ്കനെ ആക്രമിച്ചു കൊന്നത്. ഇതിന്റെ ഉത്തരവാദിത്തം വനം വകുപ്പ് മന്ത്രിക്കും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കുമാണ്. റേഡിയോ കോളർ ഘടിപ്പിച്ച ആന കാടിറങ്ങി മണിക്കൂറുകളായിട്ടും നാട്ടുകാരെ അറിയിക്കാൻ അധികൃതർക്കായില്ലെന്ന് NCP ദേശീയ ജനറൽ സെക്രട്ടറിയും സംസ്ഥാന പ്രസിഡന്റ് ചുമതലയുമുള്ള NA മുഹമ്മദ് കുട്ടി പറഞ്ഞു. ഒരാൾ വീട്ടിനകത്ത് കയറി എന്നുവെച്ചാൽ മതില് പൊളിച്ചിട്ടാണ് ആന അത്തരത്തിൽ ചെയ്തിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഏത് ഗവൺമെന്റ് എന്നുള്ളതല്ല, ആനയ്ക്ക് സർക്കാർ ബാധമില്ലല്ലോ, തമിഴ്നാടോ കർണാടകയോ അല്ലെങ്കിൽ കേരളമെന്നുള്ളല്ലോ. അതിന്റെ സഞ്ചാരപഥത്തിൽ അതിങ്ങനെ എത്ര കിലോമീറ്ററുകൾ പോകുന്നതാണ്. പക്ഷേ ഒരു കോളർ ചിപ്പ് അതിന് ഇതിട്ടുണ്ട്. ആ കോളർ ചിപ്പിന്റെ ആ സൂചന, അതിന്റെ സിഗ്നൽ കിട്ടാൻ വൈകി എന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ പത്രത്തിൽ കർണാടക ഗവൺമെന്റ് ഞങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ഞങ്ങൾ അറിയിപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ കോളർ ചിപ്പ് എന്ന് പറയുമ്പോൾ നേരെ കയറി കഴിഞ്ഞാൽ ഇത് സാറ്റലൈറ്റ് വഴിയാണ് അറിയുന്നത്. ആർക്കും അതിൻ്റെ പാസ്വേഡ് ഉണ്ടെങ്കിൽ സർക്കാരുകൾ തമ്മിൽ പാസ്വേഡ് കൊടുത്തിട്ടുണ്ട്. ആസാം ഗവൺമെന്റാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്, ഈ പറയുന്ന സോഫ്റ്റ്വെയർ. ആ സോഫ്റ്റ്വെയർ ലഭ്യമാണ്. അപ്പോൾ ആന കയറി ബൗണ്ടറി കഴിഞ്ഞ് എത്രയോ കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നിട്ട്, എത്ര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വന്നിട്ടാണ് ഈ വീട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരിക്കലും സിഗ്നൽ കിട്ടിയില്ല എന്ന് പറയാൻ പറ്റില്ല. സിഗ്നൽ കിട്ടി, ഇവരുടനെ എത്തി എന്ന് മറ്റൊരു പത്രം ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം സിഗ്നൽ കിട്ടിയില്ല എന്നുള്ള വാദം അവിടെ തെറ്റാണ്. സിഗ്നൽ ലഭിച്ചു, ഇവരെത്താൻ വൈകി എന്നുള്ളതാണ്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നമ്മുടെ സംസ്ഥാനത്ത് മാനന്തവാടിയിലെ കുടിയേറ്റ കർഷകൻ അജീഷ് ഉൾപ്പെടെ 40-ഓളം പേർ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഈ വിഷയത്തിൽ വനം മന്ത്രിയും ഡിപ്പാർട്ട്മെന്റും വളരെ ലാഘവത്തോടെയാണ് കാണുന്നത്. ഇത്രയും കഴിവുകെട്ട വനം മന്ത്രിയെ ചവിട്ടി പുറത്താക്കണമെന്നും സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് റോയ് വാരിക്കാട്ട് പറഞ്ഞു. വന്യമൃഗ ശല്യം മൂലം കേരളത്തിലെ കർഷകര് സാധാരണ മനുഷ്യര് വിഷമിക്കുക. 100 കണക്കിന് കോടി രൂപയുടെ നഷ്ടം കൃഷിക്കാർക്കുണ്ടാവുമ്പോൾ ഇപ്പോൾ വന്യമൃഗങ്ങളുടെ മുമ്പിൽ സാധാരണ കൃഷിക്കാർ ജീവൻ രക്ഷിക്കുന്നതിനും കൃഷി രക്ഷിക്കുന്നതിനും വേണ്ടി കൈകൂപ്പി നിൽക്കേണ്ട സ്ഥിതിയാണ്. ഇങ്ങനെ ഒരു മന്ത്രി കഴിഞ്ഞ 50 കൊല്ലത്തിനിടയ്ക്ക് ഇത്രയും കഴിവുകെട്ട ഒരു മന്ത്രി ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തെ ചവിട്ടി പുറത്താക്കേണ്ടതാണ്. ആ സ്ഥിതിയിൽ ഇന്നിവിടെ ഒരു പ്രമേയം അവതരിപ്പിച്ചത് അദ്ദേഹത്തെ നീക്കണമെന്നാണ്. നിലവിലുള്ള നിയമത്തിൽ നിന്നും മാറ്റം വരുത്തണമെന്നും മന്ത്രി കഴിവുകെട്ടവനാണെന്നും തൽസ്ഥാനത്ത് നിന്നും മന്ത്രിയെ നീക്കണമെന്നും NCP ആവശ്യപ്പെട്ടു. വയനാട് മാനന്തവാടി പടമലയിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ നിര്യാണത്തിൽ NCP അടിയന്തര പ്രമേയം മുഖേന അനുശോചനവും രേഖപ്പെടുത്തി. കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മുടെ സംസ്ഥാനത്ത് മാനന്തവാടിയിലെ കുടിയേറ്റ കർഷകനായ അജീഷ് ഉൾപ്പെടെ 43-ഓളം പേർ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയുണ്ടായി. ഈ മരണങ്ങളെയെല്ലാം വളരെ ലാഘവത്തോടെ കാണുന്ന വനമന്ത്രി ജനങ്ങളെ പരിഹസിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. ഈ നിലപാടിനെ യോഗം ശക്തമായി പ്രതിഷേധിക്കുന്നു. ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുന്നതിന് നിലവിലുള്ള നിയമത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി വന്യമൃഗങ്ങളെ എണ്ണവും ആക്രമണങ്ങളും നിയന്ത്രിക്കുന്നതിന് നടപടി സ്വീകരിക്കേണ്ട മന്ത്രി അതിൽ പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കുകയാണ് എന്ന് യോഗം അഭിപ്രായപ്പെടുന്നു. ആയതിനാൽ മന്ത്രിയുടെ കഴിവുകെട്ടവനാണെന്ന് എന്നത് കൊണ്ട് മന്ത്രിയെ തലസ്ഥാനത്ത് നിന്നും പുറത്താക്കണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഈ പ്രമേയത്തിലൂടെ ആവശ്യപ്പെടുന്നു. കഴിഞ്ഞ കാലങ്ങളിലായി വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ മരണപ്പെട്ടവരുടെയും ഈയിടെയായി മാനന്തവാടിയിൽ കൊല്ലപ്പെട്ട കുടിയേറ്റ കർഷകനായ അജീഷിൻ്റെയും മരണത്തിൽ ഈ യോഗം അനുശോചനം രേഖപ്പെടുന്നു. കേരളത്തിൽ ഇനി വലിയൊരു ഒറ്റകക്ഷി പാർട്ടിയാവാൻ സാധ്യതയുള്ള NCPയുടെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് വയനാട്ടിലെ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട അജിക്ക് വേണ്ടി അനുശോചനം രേഖപ്പെടുത്തിയത്. അജിയുടെ മരണത്തിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനും വനം വകുപ്പിനും തുല്യ പങ്കാണുള്ളതെന്നും പാർട്ടി കുറ്റപ്പെടുത്തി. ഇനി ഇങ്ങനെയൊരു ദാരുണ സംഭവം ഇല്ലാതിരിക്കട്ടെ എന്നും പാർട്ടി അനുശോചനത്തിൽ അറിയിച്ചു.